ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള പ്ലാനിലാണ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തതെന്ന് വെച്ചാൽ മിക്കപ്പോഴും വീട്ടിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് കുറച്ച് പുറത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്ന് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം സമയം വളരെ നേരത്തെയാണ്, 7 മണി കഴിഞ്ഞു. ഇത്ര നേരത്തെ ഞാൻ എണീക്കാറില്ല. ഇന്ന് ആക്ച്വലി പുറത്ത് പോകാനുള്ളത് കൊണ്ടും പിന്നെ വേറൊരു കാര്യം ഉള്ളതും കൂടെ കൊണ്ടാണ് നേരത്തെ എണീച്ചത്. ആ കാര്യം ഞാൻ എന്തായാലും ഇതിൽ കാണിക്കില്ല. ആ കാര്യം ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. എന്തായാലും ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ എണീച്ചപ്പോൾ തന്നെ ഇത്രയും ഗ്ലോ ഉണ്ടോ എന്നൊന്നും ആരും ചിന്തിക്കേണ്ട. ഓയിലി സ്കിൻ അതിൻ്റെതാണ്. അപ്പം ഞാൻ റെഡി ആവട്ടെ. സോ ഞാൻ റെഡി ആയി ഗൈസ്. പക്ഷേ ഞാൻ ലേറ്റായിപ്പോയി. 9:15 ട്രെയിനിൽ പോവേണ്ടതാണ്. ഞാൻ ഒരു സ്ഥലത്ത് പോകാണ്ട് പറഞ്ഞില്ലേ, പോയിട്ട് വീട്ടിൽ എത്തിയപ്പോൾ തന്നെ 10 മണിയായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ലേറ്റായി. ഇനിയിപ്പം ബസ്സിൽ പോകണം. ഇനിയിപ്പോൾ ട്രെയിൻ കിട്ടില്ല. ട്രെയിൻ ഇനി ഉണ്ട്, ലേറ്റായിട്ടേ ഉള്ളൂ. അപ്പം ഇനി പോകണം. എങ്ങനെയൊക്കെയോ ഫുഡ് കഴിച്ച് എങ്ങനെയൊക്കെയോ റെഡിയായി. കമ്മലിട്ടില്ലല്ലേ, അപ്പം നമുക്ക് കമ്മലൊക്കെ ഇട്ടിട്ട് കമ്മലിൻ്റെ പെട്ടി എവിടെ കമ്മലിൻ്റെ പെട്ടി ഇത് നമുക്കൊരു കമ്മൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതും എടുത്തിട്ട് വാച്ചൊക്കെ ഞാൻ ഓൾറെഡി കെട്ടി ഇവിടെ വയ്ക്കാം അല്ലേ. കമ്മൽ ഒരു ബ്ലാക്ക് ഇടാം. അതാകുമ്പം സിമ്പിളാണ്, കുഴപ്പമില്ല. എന്നെ കാണാൻ വയ്യല്ലേ. ഓക്കെ, ഇനി നമുക്ക് സ്പ്രേയും കൂടെ അടിച്ചിട്ട്, സ്പ്രേ എനിക്ക് വേണം, മസ്റ്റാണ്. കാരണം ആൾക്കാരെടുത്തിരിക്കുമ്പോൾ നാറരുതല്ലോ. തള്ളിയിട്ട് ഓക്കെ, മുടിയും കൂടെ ഒന്ന് കെട്ടി വെക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ചൂടെടുത്ത് അവിയും. ബസ്സിലാണ് പോവേണ്ടത്. അപ്പം നമുക്ക് ഇനി ഇറങ്ങിയിട്ട് കാണിച്ചുതരാം. അങ്ങനെ ഞാൻ ലുലു മോളിലാണ് പോയത്. ട്രിവാൻഡ്രം ലുലു മോളിൽ കുറച്ചധികം ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ലിസ്റ്റ് വെച്ചേ ലുലു മോളിൽ പോവാറുള്ളൂ. പക്ഷേ ബില്ല് ചെയ്ത് വരുമ്പം നമ്മൾ ലിസ്റ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ സാധനം വരാറുണ്ട്. കാരണം എനിക്ക് ചിലപ്പോൾ ചിലത് കാണുമ്പോഴത്തേനും വാങ്ങാൻ തോന്നും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്ത് വന്നിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയെ ഇതാണ്. ആ നടുക്കിരിക്കുന്ന സാരി, ആ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഒരു സാരി ഒരു ലവർ ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ചില സാരികളൊക്കെ എൻ്റെ കണ്ണിലൊളുക്കും. പിന്നെ നമുക്ക് ലുലു കണക്റ്റിൽ കയറാനുണ്ടായിരുന്നു. ലുലു കണക്റ്റിൽ കയറിയിട്ട് എനിക്ക് ജ്യൂസർ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല. കുറച്ച് ഇതൊക്കെ നോക്കി. സംസാരിക്കേണ്ട വ്ളോഗിൽ നീ സംസാരിക്കുക. അപ്പോൾ നമ്മളിന്ന് പർച്ചേസിന് വന്നതാണ്. ഇടു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഇടൂ. നമ്മളെ ലുലുവില് പർച്ചേസിന് വന്നതാണ്. എന്നിട്ട് പിന്നെയും പോണ്, വീണ്ടും കയറാൻ പോണ്. നമുക്ക് ബിരിയാണി കഴിക്കാൻ ഒരാഗ്രഹം. അതെനിക്കില്ല കേട്ടാ, ഞാൻ ബിരിയാണി ഒന്നും കഴിക്കുന്നില്ലേ. സ്നാക്സ് സെക്ഷനിലോട്ടാണോ? പൈസ പിന്നെ ഒരുപാടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൽ നിറച്ചും പൈസയാണ്. ഇനി ക്യാമറമാൻ എടുത്തോ, വീഡിയോ എടുത്തോ. വന്ന ഓ ഓ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇഷ്ടപ്പെട്ട ലഡു ഉണ്ടായിരുന്നു, മോത്തിച്ചൂർ ലഡു. ഇതാണ് എൻ്റെ അമ്മേൻ്റെ ഫേവറേറ്റ്. അത് നമുക്ക് കുനാഫ ഇതുകൂടെ വാങ്ങിയാലോ? അതോടെ ഒരു പീസായിട്ടാണ്. ഒരു പീസ്. ഷുഗർ കട്ടൊക്കെ ഞാൻ തീർക്കും. ചേട്ടൻ കുറേ മുക്കി.
ആൻഡ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ലിപ്സ്റ്റിക് ലവറിൻ്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഞാൻ ആ ഷോപ്പിലുള്ള ഒട്ടുമിക്ക എല്ലാ ഷെയ്ഡും ട്രൈ ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അവസാനം ഞാൻ 2 വാങ്ങുകയും ചെയ്തു. അവസാനം എത്ര മാച്ചിട്ട് ആ ഒരു സ്റ്റെയിൻ അങ്ങോട്ട് കയ്യിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഞാനൊന്ന് ഞെട്ടി കേസ്, കാരണം ഞാൻ സെലക്ട് ചെയ്തൊരു ഷെയ്ഡിൻ്റെ ഫ്രഷ് ബോക്സ് തപ്പിയിട്ട് കാണുന്നില്ലായിരുന്നു. അപ്പോഴേക്കും ഞാനൊന്ന് പേടിച്ചു. അത് അവിടെ ഇല്ലയെന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും, കാരണം ഞാൻ ഇത്രയും ഇട്ട് നോക്കി സെലക്ട് ചെയ്തേണേ. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളത്തില്ലേ? സൂപ്പർ, കൊള്ളല്ലേ? സൂപ്പർ. മന്തി ആക്ച്വലി തിന്നാൻ വന്നത് നോർമൽ ഷോർട്സ് ആക്കി ഇടാൻ വേണ്ടി അങ്ങനെ എടുത്ത്, അപ്പോൾ ഇതിലിടാൻ മറന്നുപോയി. തീർന്നു, കഴിച്ച് തീരാറായെന്നല്ല, ഞാൻ കഴിച്ച് തീർന്നു. കാരണം എനിക്ക് പെട്ടെന്ന് വയർ വീക്കും. അതുകൊണ്ട് ഒത്തിപ്പോലും കഴിച്ചപ്പോഴേ ഞാൻ തത്തു. അപ്പോൾ വയറ് മുട്ടായി, കണ്ടോ? തളർന്ന് സത്യമാണ്. ഇനി ഒരു അരി പോലും ഇറങ്ങില്ല. കുറേ നേരമായി ഞാൻ വീട്ടിൽ വന്നിട്ട്, പക്ഷേ ഒരു മടുപ്പായിരുന്നു. എനിക്കാണെങ്കിൽ എവിടെ പോയിട്ട് വന്നാലും ഇങ്ങനെ കുറേ നേരം ഇരിക്കണം, ഇങ്ങനെ ഫോണിൽ കുത്തി ഇങ്ങനെ ഇരിക്കും. പിന്നെ കുറച്ച് നേരം ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പം എണീറ്റ് ഫ്രഷായിട്ട് എന്താ ഇനിയിപ്പം സമയം ഇപ്പം തന്നെ 8 മണി ആവാറായി. ഇനിയിപ്പോൾ ചായ ഇങ്ങനെ കുടിക്കണം. താഴോട്ട് ചെന്നാലേ ചായ, എൻ്റെ ചായ അവിടെ ഇരിപ്പുണ്ടാവും. എപ്പോഴും എൻ്റെ ചായ മാത്രം ഇങ്ങനെ തണുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ചൂടാക്കി തന്നെ പിന്നെ കുടിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല, ഞാൻ അങ്ങനെ തന്നെ കുടിച്ചോളും. അപ്പോൾ ഇനിയിപ്പോൾ ചായ കുടിക്കണം, ഫുഡ് കഴിക്കണം, കിടക്കണം. അത് തന്നെയാണ് ഇനി വീട്ടിൽ വന്നിട്ടുള്ള പണി. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും ചായ കുടിക്കാൻ പോവാം. ചായ ഇവിടെ ഉണ്ടോ നോക്കാൻ ആദ്യം പോവാം. എൻ്റെ ചുണ്ടിരിക്കുന്ന കണ്ടാ ഗൈസ്, ഇന്ന് എത്ര ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത്രയും ചുണ്ട് ഒന്നാമത് എനിക്ക് ഭയങ്കര ഡ്രൈ ആണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര ഡ്രൈ ആണ് ചുണ്ട്. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കാറില്ല, അത് മെയിൻ ഒരു റീസണാണ്. വെള്ളമൊക്കെ കുടിക്കണം. വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തായാലും വെള്ളമൊക്കെ കുടിക്കണം. അതുകൊണ്ട് ഇന്ന് ചുണ്ടിൽ ഒരുപാട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എനിക്ക് ഒരു ലിപ് ബാമിൻ്റെ ടിന്ന് ഫുള്ള് എടുത്തിട്ടാൽ മാത്രമേ ഇനി ഇതൊന്നും ഇങ്ങനെ ഒത്തിരി നല്ല രീതിക്ക് ഇരിക്കത്തുള്ളൂ. അത്രത്തോളം എൻ്റെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തു. ചായ തപ്പിപ്പോയ എനിക്ക് അവിടെ കിട്ടിയത് കുനാഫ. ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ മോളിൽ നിന്ന്. അത് പകുതി ഞാൻ കഴിച്ചായിരുന്നു, പകുതി കഴിച്ചില്ലായിരുന്നു. അപ്പം ചായയുമുണ്ട് ഗൈസ്, നമ്മൾ ലക്കിയാണ്. കണ്ടില്ലേ, എൻ്റെ ചായ തണുത്തൊരു പരുവമായിരിക്കണം. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, ഞാൻ കുടിക്കുന്നത് കണ്ടില്ലേ. രാത്രിയത്തെ ഫുഡ് ഞാൻ കഴിച്ചായിരുന്നു, ഞാൻ സത്യമായിട്ടത് എടുക്കാൻ വിട്ടു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ പോയി കിടക്കാൻ പോകണം. അപ്പോൾ ടാറ്റാ, നെക്സ്റ്റ് വീഡിയോ കാണാം.